മമ്മി ഡാഡി ഗുഡ് ഈവനിങ് സാർ. ഇതെന്റെ ഡാഡി മമ്മിയാ. യെസ്, ഞങ്ങൾ ശ്രുതിയുടെ ഡാഡിയും മമ്മിയും. ഇരിക്കും. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ശ്രുതി പറഞ്ഞ് സാറിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് അവൾ ഒരേ ഒരു മോളേ ഉള്ളൂ. അതൊന്നായി. എന്തിനാ അറിയാം മക്കള്? ഇത്രയും സ്മാർട്ട്നെസ് ഉള്ള ഒന്നുപോലെ 5 എണ്ണത്തിന്റെ ഫലം ചെയ്യും. പക്ഷേ ഇത്തിരി കുസൃതി കൂടുതലാണോ ഒരു സംശയം. ഏയ്, കുസൃതി കുറവാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കുസൃതി ആവാം. എങ്കിൽ അവൾ മറിച്ചാ ധരിച്ചു വെച്ചിരിക്കുന്നത്. 1-2 തവണ സാർ അവളെ ശാസിച്ചെന്നോ. പക്ഷെ അവൾക്ക് സാറിന് ഭയങ്കര കാര്യമാണ്. സാറിനും അവളെ വലിയ ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ ദൈവനിശ്ചയമായിരിക്കും. സാർ അവളുടെ അധ്യാപകനായി വന്നതും അവൾക്ക് സാറിനോട് മണ്ണാർക്കാട് ഒരു 100 ഏക്കർ റബ്ബർ, വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അനവധി. ബാങ്ക് ബാലൻസ് എത്രയെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. സാർ അത് കേട്ടാ ചിലപ്പോൾ വരണ്ടു പോകും. സാറിന്റെ കുടുംബം, സാമ്പത്തിക നില ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അവളുടെ ഇഷ്ടം അതേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോ സാറിന്റെ സൗകര്യം നോക്കി എപ്പോഴാന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കളയാം. കല്യാണം? അതെ, അതിപ്പോ ധൃതിയില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. അവളിപ്പോ മാനത്തെ അമ്പിളിമാമന് വേണമെന്ന് പറഞ്ഞാൽ പോലും പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അയ്യോ, മാനത്ത് ആകെ ഒരു അമ്പിളിമാമനല്ലേ ഉള്ളൂ. അതിനെ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മകൾ കൊടുത്ത ബാക്കിയുള്ളവരെന്ത് ചെയ്യും? സാറ് ഭയങ്കര തമാശയാണെന്ന് മോള് പറഞ്ഞു. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കണമെന്നല്ലേ. ഇങ്ങനെയാണ് സാറിന്റെ സംസാര രീതിയെന്ന് അവൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. സാറിനോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്രധാന കാരണവും അത് തന്നെ. നിങ്ങളുടെ റബ്ബർ നിങ്ങളുടെ ഇരിക്കേ ഉള്ളൂ. സാറ് മറുത്തൊന്നും പറയരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോ. സാർക്ക് ഒന്നും പറയണ്ട. ആലോചിച്ച് പിന്നെ പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. ആലോചിക്കാൻ പറഞ്ഞുണ്ട്. ടീച്ചറോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? അതിങ്ങനെ നടക്കും. ഹാഫ് ഇയർ നിൽക്കുന്ന അധിക ദിവസമില്ല. കഴിഞ്ഞ ടൈമിന് കുഞ്ഞുങ്ങൾ മാത്സിന് അല്പം വീക്കായില്ലേ? ഇപ്രാവശ്യം ഞാൻ മേക്കപ്പ് എങ്ങനെ ടീച്ചർ? എത്ര ഉഴപ്പിയാലും നന്നായി പഠിക്കുന്നുള്ളതാ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിങ്ങളുടെ പ്ലസ് പോയിന്റ്. നന്ദൻ സാറിനും ആ അഭിപ്രായ ആണോ? നന്ദൻ സാറിന് ഞങ്ങളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അഭിപ്രായം മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് ശ്രുതിയുടെ ഡാഡി നന്ദൻ സാറും സംസാരിച്ചല്ലേ? സാർ എന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് വലിയ സന്തോഷത്തിലാ. ചിലരൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതാരാണ് ചിലര്? അത് അവർക്ക് തന്നെ അറിയാലോ. റഹ്മാൻ സാർ ഉണ്ട് മോളില്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡിന്നർ നന്ദൻ സാറിന്റെ വകയാ. ടൗണിൽ നിന്ന് ആള് വന്ന നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഒരു കോഴി ബിരിയാണിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തു. ഇനി നാളെ പഠിക്കാം. എല്ലാവരും വേഗം അങ്ങോട്ട് വാ. ടീച്ചർ നടന്നോ? ഞങ്ങൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരമായിട്ട് അങ്ങോട്ട് വരാം. എവിടെ സേത? അവള് കുളിക്കുക. ദിവസം 7 പ്രാവശ്യം കുളിക്കും. ബാത്റൂമാനെന്ന് പറഞ്ഞ രോഗമൊക്കെ. എന്താണ് ഈ ക്ഷണത്തിന്റെ പുറകില്? നിന്റെ ഡാഡിയുടെ റബ്ബർ എസ്റ്റേറ്റിലും ബാങ്ക് ബാലൻസിലും സാറ് വീണോ? സാധ്യത ഇല്ലാതില്ല. വീഴുന്നൊരു ഫേസ് കട്ടുണ്ട് മൂപ്പർക്ക്. ഇരിക്കും. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് ഇപ്പൊ ഇരിക്കാം. അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ബന്ധത്തിനൊക്കെ മാറ്റം വരാൻ പോവുകയല്ലേ. ഇരിക്കും. സാർ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. സാറിന് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയേ. അച്ഛനും അമ്മയും വന്നത് കുട്ടിയുടെ. അച്ഛനൊന്നല്ല, ഡാഡി മമ്മി. ഡാഡിയോ കേടിയോ അതിലല്ല കാര്യം. സാറിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കല്യാണം ഇപ്പൊ വേണോ അതോ പഠിത്തം കഴിഞ്ഞു മതിയോ? ഉടനെ വേണമെന്നാണ് സാറിന്റെ അഭിപ്രായം. കാരണം സാറിന്റെ സാമ്പത്തികം കുറച്ച് വീക്കാണേ. ഈ ബാങ്ക് ബാലൻസിലും റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ സാറിന് താല്പര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ഡാഡി മമ്മി എങ്ങനെയാ? ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ ധാരാളം ഉണ്ടോ? എങ്കിൽ ശ്രുതിയെ മാത്രമല്ല നിങ്ങൾ എല്ലാവരെയും ഞാൻ കേട്ടാ. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ വന്ന് അവിടെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമയുണ്ട്. ഈ വീട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അതെ അതെ. അപ്പൊ ആ വീടിന് മാത്രം വാടക കൊടുത്താൽ മതിയല്ലോ. എന്ത് പറയുന്നു? ഇന്ന് വന്നല്ലോ ശ്രുതിയുടെ ഡാഡി മമ്മി. 3-4 മാസം മുൻപ് ഇതേ ഡാഡി മമ്മി പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്നു. അന്നവർ വേറെ ഏതോ കുട്ടിയുടെ ഡാഡി മമ്മി ആയിരുന്നു. അയ്യോ, നേരത്തെ തെറ്റുപറ്റിയതാ. സത്യമായിട്ട് അതിന്റെ ഡാഡി മമ്മിയാ. ആ കാർ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഡാഡിക്കും മമ്മിക്കും വാടക എത്ര കൊടുത്തു? ഡാഡി ടൗണിൽ ടാക്സി ഡ്രൈവർ ആണല്ലോ. അപ്പൊ കൂലിയല്ല, വാടക. അതെ അതെ. ആ ഇരിക്കും. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോവാം. നേരെ നേരെ. നാരായണ, റബ്ബർ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞേ?
ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞ? പോകാൻ പറ്റേ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൗഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുമെന്നോ? ഒരിക്കൽ നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ? സാർ, അത് ഒരു വാണിംഗ് അല്ലെങ്കിൽ 2 വാണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ ഈ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാര വർമ്മയെന്നല്ല. പോയി കഴുതേ. സാർ, രാത്രിയിൽ ഇറങ്ങി പോടോ. എന്താ എന്താ ആ മരം കൊണ്ടും പിന്നെ രസം ഒഴിച്ചോ? ഒന്ന് മിണ്ട തിരിയെടുത്തി. ശ്രുതി, നിക്ക്, ഞാൻ വിളിക്കാം. മോളെ, അതോ കിടക്ക് ചേട്ടത്തി വിളിക്കുന്നത്. ഭയങ്കര ചൂടില്ല. ചേട്ടത്തി വാ, അവളവിടെ കിടക്കട്ടെ. കുറെ നേരമായല്ലോ അത് വാഴടച്ചകത്തിരിക്കുന്നു. ഞാൻ പോയി വിളിക്കട്ടെ. മറിയാമ്മ ചേട്ടത്തിക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം? വരുമ്പോ വരട്ടെ. എടി മങ്ങിനി, ഞങ്ങൾ ചോറുണ്ടാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ വാ. എനിക്കൊന്നുമില്ല മങ്ങിനി, ഒന്ന് കളിപ്പിക്കാൻ നോക്കി പിടിക്കപ്പെട്ടു. ചമ്മീന്ന് അങ്ങ് സമ്മതിക്കേ. ഉശിരുള്ള ആണുങ്ങളുടെ അടുത്ത് വെള്ളത്തിൽ നടക്കത്തില്ലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്തിരി ഓവർഡോസ് കളി വേണ്ടാന്ന്. ഇങ്ങനെ ഇപ്പൊ കൈയോടെ പിടികൂടുമെന്ന് കരുതിയോ? എന്നാലും ചീത്ത പറഞ്ഞെടുത്ത് നിർത്തായിരുന്നു സാറിന്. പിന്നെ അടിക്കാൻ കയ്യൊങ്ങിയതിന് അയാൾക്ക് മാപ്പില്ല. ആ പടക്കം അടിക്കാൻ കയ്യൊങ്ങിയെന്നോ? ഈ കുഞ്ഞിന് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ച അയാള്. എന്റെ മറിയാമ്മ ചേർത്തി, റിയൽ മാൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സാറിന് ദേഷ്യം വന്നപ്പോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? മൂക്കൊക്കെ ചുമന്ന് തുടുത്ത്. എങ്ങനെ ഇപ്പൊ നീ സാറിന്റെ ആളായോ? ആ എന്നും പറയാം, ആ ഇല്ലെന്നും പറയാം. നിനക്കെന്ത് പറ്റി? ഒരു പ്രതിക്ക് മാപ്പ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ. അതും ആദ്യമായി കരയിപ്പിച്ച ഒരാൾക്ക്. ആ കരച്ചിലിനിടയിലൂടെ ഉള്ളിൽ എന്തോന്ന് വീണുടഞ്ഞോ? ആ പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ ഒന്ന് പതറിയോ? ആണോ? എനിക്കറിയില്ല. Tell me the truth. You started loving him? Answer my question. Do you love him? I think so. ക്ലാസ് കയറിയില്ലേ? വൈകിട്ട് 5:30 കുറുമ്പനാട്ടേക്കൊരു ഫാസ്റ്റ് ഉണ്ട്. ടി സി കിട്ടിയിരുന്നാല് എനിക്ക് അതേ കയറി ഒന്ന് പോകാമായിരുന്നു. എപ്പോ റെഡിയാവും സർ? അല്ല, ഞാൻ ഒരുപാട് നേരമായി ടി സിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പൊ ഞാൻ പോണ്ടേ സർ? സാർ പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്തില്ലേ? എനിക്കറിയാം സാറ് കംപ്ലൈന്റ് ചെയ്യില്ലെന്ന്. കാരണം സാറിന് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സാർ എന്നെ വഴക്കുറന്നെ? അല്ലെ പിന്നെ ഈ കോളേജിൽ 1632 പിള്ളേരെയും സാർ വഴക്കുറയാറുണ്ടോ? ദാറ്റ് മീൻസ് അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട്. അവരാരെ ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതൽ സാർ എന്നെ ശ്രദ്ധിക്കുന്നു. ബിക്കോസ് യു ലൈക്ക് മീ. സാർ ഇടയ്ക്കിടയ്ക്ക് അലമേലിനെ വഴക്കുറയണം. അലമേലിനത് വലിയ ഇഷ്ടാ. ബിക്കോസ്
അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാധവി, നീ ആ ചൂല അങ്ങോട്ട് കൊണ്ടിട്. കയറി വരുമ്പോ ആദ്യം കാണുന്ന ചൂല അവണ്ട. എന്തൊക്കെയുണ്ട് നനക്കല്ലേ? ഈശ്വരാധീനെ പറയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. കല്യാണി, തണുത്ത കാറ്റ് വീശുണ്ട് മോളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാനിവിടെ കുറച്ചേരം നിൽക്കട്ടെ അച്ഛാ. എത്ര കാലമായി വീടും തൊടിയൊക്കെ കണ്ടിട്ട്. എന്റെ ചെടികളൊക്കെ നാശായി. നീ സുഖമില്ലാതെ കിടക്കുമ്പോഴാ ചെടി. ഈ വീടും തൊടിയൊക്കെ തന്നെ ഞാൻ വന്നിട്ടാ ഇന്ന് അടിച്ചു വാരിപ്പിച്ചത്. അപ്പടി പൊടിയാ. പെരുമാറുന്നില്ലല്ലോ ആരും. എന്റെ പഴയ കവിതകള്, അന്നത്തെ ഓരോ പ്രാന്തുകള്. തോന്നിയാലിടയ്ക്ക് ഇനി എഴുതണം. മനസ്സിലുള്ളത് കടലാസിൽ പകർത്താനല്ലേ, അതിന് ഞാനുണ്ടാവും. നീ ഇത്രയ്ക്ക് പുരോഗമിച്ചോ? പിന്നെ കലാമണ്ഡലത്തിൽ ചോറും കറി വെച്ച് പഠിക്കാൻ ഞാൻ. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. നിന്നെ വെച്ച് എനിക്ക് ജീവിക്കാം. പരിപാടി പിടിക്കട്ടെ. എന്ത്? നിന്റെ ഡാൻസ് പ്രോഗ്രാം ബാഗൊക്കെ തൂക്കി പിടിച്ച് ഫേമസ് ഡാൻസർ ഉമാ മഹേശ്വരിയുടെ മാനേജറായിട്ട് ഞാൻ. ഓഹോ, എന്റെ മാനേജർ ആകാനാണോ ഡിഗ്രി ഒക്കെ എടുത്തു കൂട്ടിയത്? PSC റാങ്ക് ലിസ്റ്റ് പ്രകാരം എനിക്കൊരു ജോലി കിട്ടുമ്പോൾ റിട്ടയർമെന്റ് പ്രായം കഴിയും. കണ്ടിരും ഞാൻ കാണട്ടെ. നന്ദേട്ടൻ പോ. നന്ദേട്ടൻ നിന്നാ എനിക്ക് നാണാവും. നാണാകുന്നു എന്നാ പിന്നെ നീ ആരുടെ മുമ്പിൽ ആടാൻ പോകുന്നില്ല. ആരുടെ അഹങ്കാരി നന്ദേട്ടാ പറഞ്ഞേക്കേ. ആ എന്തായി കരയിലൊരു കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അധികം സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. സെപ്റ്റംബർ എക്സാമിന്റെ കുറെ പേപ്പേഴ്സ് ബാക്കിയുണ്ട്. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയാ പോരാ നന്ദേട്ടാ? പോരാ, മറ്റന്നാളാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് എല്ലാം അയക്കണം. കിടന്നോളൂ. അടുത്ത ശനിയാഴ്ച ഞാൻ ഇങ്ങോട്ട് വരില്ലേ? മുടങ്ങാതെ എക്സസൈസ് ചെയ്യണം, മരുന്ന് കഴിക്കണം. ബി ഹാപ്പി ഓൾവേസ്. എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട് നന്ദേട്ടാ. വരട്ടെ. കരിവേപ്പില കറിക്ക്. അതെ, ഞങ്ങളുടെ ഉണ്ണിയേശുവിനെ ഒരു പുൽക്കൂട്ടിലാണേ പ്രസവിച്ചത്. അതിന് അതൊരു ഡിസംബർ 25-നാണേ. അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികള് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് നാളെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടാൻ പറ്റിയ രാത്രി ആവുമ്പോ എനിക്കങ്ങ് ചെല്ലാം. പാതിരാ കുർബാനയ്ക്ക് പള്ളിയിലും പോവാം. എങ്കിൽ കുഞ്ഞ് റെഡി ആയിക്കോ. കുഞ്ഞിനെ നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പോയിക്കോളാം. അതിന് ഞാനെങ്ങും പോകുന്നില്ലല്ലോ. അയ്യോ, അതെങ്ങനെ? ഒറ്റയ്ക്ക് എഴുതിട്ട് കഴിയാനോ? അത് പറ്റത്തില്ല. ഒറ്റയ്ക്കല്ല, ചെടുത്തി ഇവിടെ കാണും. കൂടെ ഉള്ളവരൊക്കെ പോയി. ആ കുഞ്ഞുമോളോടെ പോകാൻ നിന്നപ്പോ അതിനും വിട്ടില്ല. ഇതിപ്പോ എനിക്ക് ക്രിസ്മസിന് നാട്ടിൽ പോയാ പയ്യ ഉള്ളിനാൻ. എന്നിട്ട് വെട്ടി നുറുക്കി കഷ്ണാക്കി ഫ്രൈ ചെയ്ത് സാപ്പിട്ടളയും. ക്രിസ്മസ് നമ്മളിവിടെ ആഘോഷിക്കും. നക്ഷത്രങ്ങളൊക്കെ കത്തിച്ച് പാട്ടൊക്കെ പാടി. മനസ്സിലായോ? മനസ്സിലായി. അകത്തുപോയി കറി ഉണ്ടാക്കി കിളവി. അയ്യോ സാറ്. ചേട്ടി ചേട്ടി, സാറിന്റെ താക്കോലിടല്ലേ? എങ്കിൽ വേഗം എടുത്തിട്ട് വാ. വെപ്പ കൊണ്ടുവരാ. അവിടെ ആരുമില്ല സാറേ. ചാവി ഇവിടെ ഉണ്ട്. എവിടെ പോയി? രണ്ടുപേരും കൂടെ തേക്കടി ടൂർ പോയിരിക്കുക.
ചേട്ടത്തിക്ക് വെക്കേഷൻ ഒന്നുമില്ലേ? ഓ, അത് പറയാണെങ്കിൽ ഒത്തിരി പറയേണ്ടി വരും. അലമേല് നാട്ടിൽ പോകാനൊത്തില്ല. അവളുടെ തന്തപ്പടി ടൂറിലാണേ. എന്ത് ചെയ്യും? അതുകൊണ്ട് ചേർത്തിക്കും പോകാനൊത്തില്ല. അലമേലുവോ? അതാര്? അലമേലുവിനെ സാററിയും. നാട്ടിൽ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഒരു കാക്ക കുളിച്ച് കൊക്കായി, ഒരു കുതിരയ്ക്ക് കൊമ്പ് മുളച്ചു, ഒരു കോഴിക്ക് മുല വന്നു, പിന്നെ കാക്കകളൊക്കെ മലർന്നു പറക്കണം. അയ്യോ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പഴാണ് കാക്ക മലർന്നോർക്കുന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ പണ്ടേ ഉണ്ട്. ഇയാളുടെ നാട്ടിൽ എങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇയാൾ ജനിച്ച നാടല്ലേ, ഇയാൾ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ചേർത്തി, അബ്ദുള്ള മലയെടുത്ത് ചെന്നില്ലെങ്കിൽ മല അബ്ദുള്ള തേടിച്ചെല്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഏത് മല, ഏത് അബ്ദുള്ള? ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസാ. എനിക്ക് സന്തോഷമൊന്നുമില്ല. എന്നാ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമുക്ക് സാറിനെ ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കണോ? അതെ, സാറ് ഞെട്ടണം. ചേർത്ത് റെഡി ആയിക്കോ. ഞാൻ എപ്പോഴും റെഡിയല്ലേ. എന്താ അവിടെ? താറാവ്, പോത്ത, പന്നി, ചെമ്മീൻ, കരിമീൻ, ചാള, കപ്പ, തീയല്, അവിയല്, സാമ്പാർ. രസം ഉണ്ടാക്കിയിട്ടില്ല. തലേക്കൂടി ഒഴിക്കാൻ തോന്നിയാലോ? ഇവിടെ ഫുഡ് എക്സിബിഷൻ എല്ലാം നടക്കുന്നുണ്ടോ? സമാധാനത്തിന്റെ വെള്ളക്കൂടി വീശിരിക്കാണല്ലോ. ഇത് കാണിക്കുകയാണ്. ജയിച്ചാളിന്റെ കാൽക്കൽ തോറ്റാൽ സമർപ്പിക്കുന്നത്. മനസ്സിലായില്ല. ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചു വരയ്ക്കൊള്ളൂ എന്തിനാണോ ചോദിച്ചത്? അവിടെ വന്ന് കഴിക്കാൻ സാറിന് ബുദ്ധിമുട്ടാവൂന്നൊരു സംശയം തോന്നി. അത് ശരി, ഇതൊക്കെ എനിക്ക് കഴിക്കാനാണോ? ബാക്കിയൊന്നും ഞാൻ കഴിച്ചോളാം. വേണമെന്നില്ല, രണ്ടുപേരും കൂടെ മുഴുവനും കഴിച്ചോണ്ടാ മതി. എടുത്തു. ചേട്ടി, അവിടെ ഡോർ നോക്കിയിട്ടില്ല. വല്ല കള്ളന്മാരും. അയ്യോ, ശരിയാ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നില്ലേ? സാറിന് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം സാർ. ശരി, എടുത്തോളൂ. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. ഒരുപാട് ജോലിയുണ്ട് തീർക്കാൻ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. സാർ ഇത് കഴിച്ചില്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് ഞാൻ കരുതും. ദേഷ്യം ഉണ്ടല്ലോ, മാറിയെന്ന് ആര് പറഞ്ഞു? എന്നാ കാണാം. ദേഷ്യമില്ലെന്ന് പറയാതെ എന്നെ കൊന്നാലും ഞാൻ ഇവിടെ നനങ്ങല. കൊന്നാൽ എങ്ങനെ അനങ്ങുന്നേ? ദേവത്തെ, തിങ്കളാഴ്ചക്ക് മുമ്പ് എനിക്ക് ഇതെല്ലാം നോക്കി തീർക്കേണ്ടതാ. തീർക്കേണ്ടത് ഞാൻ പറഞ്ഞോ? സാറ് പേപ്പർ നോക്കിക്കോളൂ. ശല്യത്തിനൊന്നും ഞാനില്ല. പക്ഷെ ഇരിക്കും. ഭക്ഷണം ഞാൻ കഴിച്ചോളാം, കുട്ടി വയ്ക്കോളൂ. കഴിച്ചോളാന്ന് പറഞ്ഞാ എന്നോട് ദേഷ്യമില്ലെന്നർത്ഥം. അങ്ങനെ തന്നെ കുട്ടിക്കോ? ദേഷ്യമില്ലെന്ന് വെച്ചാ എന്നോട് ഇഷ്ടമാണെന്നർത്ഥം. പോകാൻ ഉദ്ദേശമില്ലല്ലേ? അറിഞ്ഞാൽ ഉടനെ പോവും. എന്തൊരു പാടായത്. ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. കഴിച്ചു കഴിഞ്ഞാ പാത്രം എടുക്കണമല്ലോ. അതെനിക്ക് വിശക്കണ്ടേ കുഞ്ഞേ? ധൃതിയില്ല. സാറ് പേപ്പർ നോക്കിയോളൂ. അന്ന് കോളേജിൽ വെച്ച് പക്കത്ത് വീട്ടിലെ അലമേലു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ എതിർകക്ഷി ഇതുവരെ റെസ്പോണ്ട് ചെയ്തില്ലെന്ന് അറിയുന്നത്. അത് ഞാൻ അലമേലുവിനോട് പറഞ്ഞോളാം. എപ്പോ പറയും? സമയാവുമ്പോ. എപ്പോ സമയാവും? ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒരു കുഴി കുത്തി ഞാൻ അതിലിട്ട് മൂടിക്കോളാം. അലമേലു, എന്താ സർ? നന്നായിരുന്നു. എന്ത്? പേപ്പർ വാല്യൂഷനത്തിൽ തടസ്സപ്പെട്ടെങ്കിലും പാടാനുള്ള കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വയ്യ. ഏത് ക്രൂരനും സംഗീതത്തിൽ വീഴും. ഇന്നലെ ഞാനും വീണു. അങ്ങനെ അലമേലുവിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയും ചെയ്തു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഒരു ഷോപ്പിൽ കയറിയപ്പോ എന്തോ അലമേലുവിനെ പറ്റി ഓർത്തു. ഊണ് തന്നതല്ലേ, 1% അങ്ങോട്ടും തണമെന്ന് തോന്നി വാങ്ങിച്ചു. പിന്നെ ഇതൊരു വെറും പ്രസന്റ് അല്ല കേട്ടോ. അലമേലുവിനോടുള്ള എന്റെ മനസ്സ് ഇത് കാണുമ്പോൾ മനസ്സിലാവും.
ഇഷ്ടപ്പെട്ടോ? സാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞാനൊരു കളിക്കുട്ടിയാണെന്നോ? പാവകളെ ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുള്ളൂന്നോ? ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ അലമേലു? ഞാൻ അത്രയ്ക്ക് ഫൂളൊന്നല്ല, എനിക്ക് മനസ്സിലാവും. മനസ്സിലായല്ലോ. എനിക്ക് കുട്ടിയെ ഈ നിലവാരത്തിലേ കാണാൻ പറ്റൂ. പോയി കളിച്ചോളൂ. കളിക്കാൻ I'm not a kid. I'm a girl. A grown-up girl. എന്താ നീ കാണിച്ചേ? നിന്നെ പോലെ കുറെ കുട്ടികളുടെ ഭാവിയാണത്. Stupid. ഇനി മേലാൽ ഇതിനകത്ത് കയറിപ്പോറ്. ഇറങ്ങി പോടി. എന്റെ ഡാഡി പോലും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. എങ്കിൽ ഞാൻ തല്ലി കൊണ്ടുപോയി കേസ് കൊടുക്ക്. തല്ലുന്ന വലിയ കഴിവാണെന്ന് ആരും വിചാരിക്കണ്ട. ആ കൈ കൊണ്ട് എന്റെ ഈ കവിളി തലോടിയില്ലെങ്കിൽ ഞാൻ വളർത്തി കഴിയുമ്പോഴുള്ള മോളല്ല. നോക്കിക്കോ, എത്ര തല്ലിയാലും ചീത്ത പറഞ്ഞാലും എനിക്ക് സ്നേഹമാണ്. സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണ്. ട്രൂ ട്രൂ ലവ്. സ്നേഹിക്കുന്ന വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ആളെ കൊണ്ട് കേസ് കൊടുക്ക്. എന്നെ തൂക്കിക്കൊന്നോട്ടെ, എന്നാലും ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും.